പോട്ടെ, അതെല്ലാം പോട്ടെ. പിന്നെ ആ പാപം ചുമന്നുകൊണ്ട് നടന്നിട്ട് നിനക്ക് എന്ത് നേട്ടമടി ഉണ്ടായത്? ജീവിക്കാൻ കൊള്ളാത്തവളാണ് നീ എന്നേ ഞാൻ പറയൂ. നീ മരിക്കുന്ന തന്നെ നല്ലത്. മരിക്കാൻ പോകുന്നു കേട്ടപ്പോ ഞാനത് ഈ കഴുതയോട് പറഞ്ഞതാ. അപ്പോ ഇവന് മരണഭ്രാന്ത്. നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ഒരേ വാശി. എടി പെണ്ണെ, നീ മരിച്ച നിനക്ക് മാത്രം നഷ്ടം. ദേ, ഇപ്പൊ ഈ ഭ്രാന്ത് കാണിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവൻ പോലും നിന്നെ മറക്കും. ഇവൻ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും നിന്നെ മറക്കും. 24 മണിക്കൂറും മരിച്ചവരെ ഓർത്തിരുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോ മരിക്കാതിരിക്കേണ്ടത് ആരുടെ ആവശ്യ? ജീവിച്ചിരിക്കുന്നവരുടെ മാത്രം ആവശ്യ. നമ്മളില്ലെങ്കിൽ ഈ ഭൂമി ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ഭൂമി ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മരിച്ചു പോയാ പിന്നെ നമുക്കതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇവിടെ ആരൊക്കെ ജീവിക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാത്തടത്തോളം കാലം അത് നമുക്ക് ബാധകമല്ലല്ലോ. സ്വയം മരിച്ചവർക്കാർക്കും മരിച്ച കാര്യം ഓർത്ത് പശ്ചാത്തപിക്കാൻ പോലും കഴിയില്ല. ഈ ഭൂമിക്കപ്പുറം ഒരു സ്വർഗമില്ല. സ്വർഗത്തിൽ പാലും തേനും ഒഴുകുന്ന പുഴയുമില്ല. ഇവിടെ ഭംഗിയായി ആഘോഷത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നിനക്ക് വേണമെങ്കിൽ ഈ വയറ്റി കിടക്കുന്ന കൊച്ചിനെ കളയാം, അല്ലെങ്കിൽ വളർത്താം. അനാവശ്യമായി നമ്മൾ ഈ സമൂഹത്തെ ഭയക്കുന്നതാ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. എന്ത് സമൂഹം, ഏത് സമൂഹം എന്നാ ഈ സമൂഹം ഉണ്ടായത്? നായാടിയായി നടന്ന മനുഷ്യൻ നരനായി മാറിയപ്പോൾ അല്ലേ? അപ്പോഴല്ലേ അവന് ഭയവും സ്നേഹവും വിരഹവും സാമൂഹ്യ ബോധമൊക്കെ ഉണ്ടായത്? എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? അങ്ങനെ ഒരു വ്യവസ്ഥയിൽ വിശ്വസിക്കാതെ നമ്മളിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചാ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി നിനക്ക് തീരുമാനിക്കാം ജീവിക്കണോ വേണ്ടയോ എന്ന്. തടയാനും പിടിച്ചു മാറ്റാനും ഒന്നും ആരും വരില്ല. ഈ സുന്ദരമായ ഭൂമി വിട്ടു പോണമെങ്കിൽ ഞങ്ങൾ ആരും ഒരിക്കലും ഒരു തടസ്സമാവില്ല. ഇത്രയും വലിയ പൊട്ടികൾ ഇവിടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. ചുമ്മാ പെണ്ണെന്ന സ്പീഷീസിന് അപമാനം ഉണ്ടാക്കാൻ. ആദിത്യ, വാടാ.